ഈ ക്വസ്റ്റ്യൻ നോക്കാം. A beam of light consisting of two wavelengths 650 nanometer and 520 nanometer used to obtain the interference fringes in a Young's double slit experiment. Find the distance of the third bright fringe on the screen from the central maximum for the wavelength 650 nanometer. അതായത് രണ്ട് വേവ് ലെങ്ത്തുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ രണ്ട് വേവ് ലെങ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ 650 നാനോമീറ്റർ യൂസ് ചെയ്തിട്ട് കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഡാർക്ക് നമ്മൾ നോട്ട് ചെയ്യുന്നു. അതിനുശേഷം 520 നാനോമീറ്റർ വേവ് ലെങ്ത്ത് യൂസ് ചെയ്തിട്ട് ബ്രൈറ്റ് ഡാർക്ക് എല്ലാം നോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് on the screen from the central maximum for wavelength 650 nanometer. എന്താണ് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൽ നിന്ന് what is the distance of the third bright fringe on the screen from the central maximum? That is x3. ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ്. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ്. ഫിഗർ വരയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് ചെയ്യാൻ. x3 എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഫിഗർ ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഒന്നുകൂടിയും വായിച്ചു നോക്കാം, എന്നിട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഫിഗറിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം എക്സ് എൻ കാണാനുള്ള ഫോർമുല n ലാംഡ d/d ആണ് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് nth ബ്രൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം. അപ്പോൾ x3 എന്ന് പറഞ്ഞാൽ തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം. ഇവിടെ n-ന് 3 കൊടുത്താൽ മതി. n-ന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ലാംഡ d/d. ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഡിയും സ്മോൾ ലെറ്റർ ഡിയും തന്നിട്ടില്ല. ഇല്ലല്ലോ, ക്യാപിറ്റൽ ഡിയും സ്മോൾ ലെറ്റർ ഡിയും നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അത് അങ്ങനെ തന്നെ നിർത്താം. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ വരെയുള്ള ഡിസ്റ്റൻസ്, സ്ലിറ്റ്സിൽ നിന്ന് സ്ക്രീൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്. ക്യാപിറ്റൽ ഡിയും സ്മോൾ ലെറ്റർ ഡിയും തന്നിട്ടില്ല. തന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക. 3 × ലാംഡ. എയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് 650 ആണ്, നാനോമീറ്റർ ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ തേർഡ് മാക്സിമ അല്ലേ, തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് എവിടെ വരും? ഇവിടെ ലാംഡ 650 നാനോമീറ്റർ. 650 നാനോമീറ്റർ. നാനോ എന്ന് പറയുമ്പോൾ 10⁻⁻9 അല്ലേ മീറ്റർ ഇൻറ്റു 3 ലാംഡ d/d. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? ഇത് ചെയ്തു വരുമ്പോൾ 3 × 650 × 10⁻⁻9. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നല്ലൊരു ആൻസർ ഒന്നും വരാൻ പോണില്ല, ഇത് ചെയ്യാം. സോ ദ വാല്യൂ വിൽ ബി 1950 × 10⁻⁻9 d/d. ഇത്ര എഴുതാനേ പറ്റുള്ളൂ, കാരണം ക്യാപിറ്റൽ ഡിയും സ്മോൾ ലെറ്റർ ഡിയും തന്നിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഇനി ബി പാർട്ട് നോക്കാം. അത് കുറച്ച് ടഫാണ്. വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം വെൻ ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡ്യൂ ടു ബോത്ത് ദ വേവ് ലെങ്ത് കോയിൻസൈഡ്? അതായത് നമ്മൾ 650 നാനോമീറ്റർ ആണ് ഉപയോഗിക്കണമെങ്കിൽ ദിസ് ഈസ് ദ സെൻട്രൽ മാക്സിമ. 650 നാനോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ബ്രൈറ്റ് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. 650 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ ബ്രൈറ്റ് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ് കിട്ടും, ശരിയല്ലേ? അതേപോലെ വേറൊരു വേവ് ലെങ്ത്ത് അതിനുശേഷം ഉപയോഗിക്കുന്നുണ്ട്. 520 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ സെൻട്രൽ മാക്സിമ അറിയാലോ, ബ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു വരും. ആ ഫ്രിഞ്ചസിൻ്റെ വിഡ്ത്തിൽ വേരിയേഷൻ വരും.
ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെ പോവാണ്. ഈ യെല്ലോ കളറിൽ ബ്രൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് ഞാൻ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 650 നാനോമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും 650 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം വെൻ ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡ്യൂ ടു ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ 650 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷനും 520 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ഹൈറ്റും വ്യത്യാസം വരാം. ഇവിടെയുള്ള ഹൈറ്റ് ആയിരിക്കില്ല, ഇവിടെയുള്ള ഹൈറ്റ് വ്യത്യാസം വരാം. ശരിയല്ലേ? സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ഇവിടെ വരുന്ന ഹൈറ്റ്, അതുപോലെ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ഇവിടെ വരുന്ന ഹൈറ്റും വ്യത്യാസം വരാം. കാരണം നമ്മൾ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉപയോഗിക്കുമ്പോൾ ഫ്രിഞ്ചസിൻ്റെ വിഡ്ത്തിൽ വേരിയേഷൻ വരും. സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് മനസ്സിലായില്ലേ, ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് ഹൈറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ അതേപോലെ സെക്കൻഡ് ഫ്രിഞ്ച് വരെയുള്ള ഹൈറ്റും ഇവിടെയുള്ള സെക്കൻഡ് ഫ്രിഞ്ച് വരെയുള്ള ഹൈറ്റിലും വ്യത്യാസം വരാം. വേവ് ലെങ്ത് മാറുമ്പോൾ ഈ ഹൈറ്റിൽ വേരിയേഷൻസ് വരും. അപ്പോൾ ഇങ്ങനെ കുറേ ബ്രൈറ്റ് ഡാർക്ക് ഇവിടെയും ബ്രൈറ്റ് ഡാർക്ക് എന്ന് പറഞ്ഞു പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇവിടുത്തെ ബ്രൈറ്റും കുറേ കഴിയുമ്പോൾ, എത്ര കഴിയുമ്പോഴാണ് നമുക്കറിയില്ല, കുറേ കഴിയുമ്പോൾ 650 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബ്രൈറ്റിൻ്റെ പൊസിഷനും 520 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബ്രൈറ്റിൻ്റെ പൊസിഷനും സെയിം ലെവലിൽ വരും. ദേ ആർ ഇൻ ദ സെയിം ലെവൽ. കുറേ ഫ്രിഞ്ചസ് കഴിഞ്ഞിട്ടായിരിക്കും അത് സംഭവിക്കുക. ഇനീഷ്യലി ഇവിടുത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചും ഹൈറ്റിൽ വേരിയേഷൻസ് വരാം. പക്ഷെ ഇതിങ്ങനെ കുറേ കഴിയുമ്പോൾ, എത്രയോ ഫ്രിഞ്ചസ് കഴിയുമ്പോൾ, എത്രാമത്തെ ഫ്രിഞ്ചസ് ആണെന്ന് അറിയില്ല, എത്രയാമത്തെയോ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഇവിടെ വരുന്ന ഹൈറ്റ് സെൻട്രൽ മാക്സിമത്തിൽ നിന്നുള്ള ഹൈറ്റും ഇവിടെയുള്ള സെൻട്രൽ മാക്സിമത്തിൽ നിന്നുള്ള ഹൈറ്റും സെയിം ആവും. അത് എത്രാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചാണ്, അതെത്രാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചാണെന്ന് അറിയണം. അതുമാത്രമല്ല അത് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് എത്ര ഹൈറ്റ് ഉയരത്തിലാണെന്നും കൂടിയും അറിയാൻ വേണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ 650 നാനോമീറ്ററാണ് ഉപയോഗിക്കണമെങ്കിൽ എക്സൻ nth ബ്രൈറ്റ് ഫ്രിഞ്ച് കാണാനുള്ള ഫോർമുല എന്താണ്? n ലാംഡ d/d അല്ലേ? n ഇൻറ്റു ലാംഡ 650 നാനോമീറ്റർ ഇൻറ്റു ക്യാപിറ്റൽ d/d. നമുക്കൊരു അസംഷൻ എടുക്കാം, നമുക്കറിയാത്തതുകൊണ്ട് ഒരു അസംഷൻ എടുക്കാം. ഇത് nth ബ്രൈറ്റ് ഫ്രിഞ്ചാണ്. 650 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇത് nth ബ്രൈറ്റ് ഫ്രിഞ്ചും ഇത് mth ബ്രൈറ്റ് ഫ്രിഞ്ചാണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടുത്തെ nth ബ്രൈറ്റ് ഫ്രിഞ്ചും ഇവിടുത്തെ mth ബ്രൈറ്റ് ഫ്രിഞ്ചും ഒരേ ലെവലിലാണ് എന്ന അസംഷൻ എടുക്കാം. ഇപ്പോൾ ഇവിടെ nth ബ്രൈറ്റ് ഫ്രിഞ്ച് xn ഈക്വൽ ടു n ഇൻറ്റു ലാംഡ d/d. അതേപോലെ ഇവിടെ mth ബ്രൈറ്റ് ഫ്രിഞ്ചാണ് സെക്കൻഡ് കേസിൽ, m ഇൻറ്റു ലാംഡ 520 നാനോമീറ്റർ ആണ് ഇവിടെ. 520 നാനോമീറ്റർ ഇൻറ്റു ക്യാപിറ്റൽ d/d. xn ഈക്വൽ ടു xm. അപ്പോൾ ഇവിടുത്തെ nth ബ്രൈറ്റ് ഫ്രിഞ്ചും ഇവിടുത്തെ mth ബ്രൈറ്റ് ഫ്രിഞ്ചും ഒരേ ഹൈറ്റിലാണ്. നമുക്ക് n അറിയില്ല, m അറിയില്ല. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ n ഇൻറ്റു 650 നാനോമീറ്റർ ഇൻറ്റു d/d ഈസ് ഈക്വൽ ഇവിടെ m ഇൻറ്റു 520 നാനോമീറ്റർ ഇൻറ്റു d/d ഇങ്ങനെ കിട്ടും. വെട്ടിക്കളയാനുള്ളവർ വെട്ടിക്കളയുക. d/d പോയി, നാനോമീറ്റർ പോയി. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ n/m ഒന്ന് അറേഞ്ച് ചെയ്യും. n/m ഈക്വൽ ടു 520 ഡിവൈഡ് ബൈ 650 വരും. 520 ഡിവൈഡ് ബൈ 650 അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ മുകളിലും താഴെ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മുകളിലും താഴെ ഒരു 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 13 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മുകളിൽ 4 വരും, താഴെ 5 വരും. ശരിയല്ലേ? അതെ.
അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്നിൻ്റെയും എമ്മിൻ്റെയും സ്മോളസ്റ്റ് വാല്യൂ ആണ് വേണ്ടത് അല്ലേ. എന്നിൻ്റെയും എമ്മിൻ്റെയും സ്മോളസ്റ്റ് വാല്യൂ. സ്മോളസ്റ്റ് ആവണമെങ്കിൽ n/m = 4/5 ആവണമെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ n = 4, m = 5 ആയാൽ മതി അല്ലേ. n/m = 4/5 ആവണമെങ്കിൽ ലീസ്റ്റ് വാല്യൂ അല്ലേ, നമുക്ക് ലീസ്റ്റ് ആണ് വേണ്ടത്. ദ മിനിമം ഹൈറ്റ് ഫ്രം ദ സെൻട്രൽ മാക്സിമം, സോ ദാറ്റ് ഈ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചും ഒരേ ഹൈറ്റിലാവണം. അപ്പോൾ എന്നും എമ്മും പരമാവധി ലീസ്റ്റ് ആയിരിക്കണം അല്ലേ. n/m = 4/5 ആവണമെങ്കിൽ n 4ഉം m 5 ആയാൽ ഓക്കെ ആണല്ലോ. അതാണ് എന്നിൻ്റെയും എമ്മിൻ്റെയും ലീസ്റ്റ് വാല്യൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, അവിടെ എൻ്റെ വാല്യൂ 4 ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. xn = n 4 അല്ലേ, സ്മോൾ ലെറ്റർ n 4 അല്ലേ, ഇവിടെ n 4 കൊടുത്തോ. 4 × 650 നാനോമീറ്റർ ഇൻറ്റു d/d. 4 × 650 അത് എത്ര വരും? 4 × 650 ചെയ്ത് കഴിഞ്ഞാൽ 2600 ആണ്. നമുക്ക് നോക്കാം, ഒരു മിനിറ്റ്. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 2600 നാനോമീറ്റർ ഇൻറ്റു d/d. ഇതാണ് ആൻസർ. ഇതാണ് ലീസ്റ്റ് ഹൈറ്റ്. മനസ്സിലായല്ലോ. ദിസ് ഈസ് ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇല്ലേ, ഇതാണ് ലീസ്റ്റ് ഹൈറ്റ് ഫ്രം ദ സെൻട്രൽ മാക്സിമം, സോ ദാറ്റ് ഈ ബ്രൈറ്റ് ഫ്രിഞ്ചും ഈ ബ്രൈറ്റ് ഫ്രിഞ്ചും ഓവർലാപ്പ് ചെയ്യും. ഓക്കെ.